ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ ഒരു ഹോം റെമഡി ആണ്. നമ്മുടെ സൺടാൻ ഉണ്ടാവത്തില്ലേ, നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പുറത്തു പോകുമ്പോഴത്തേക്കും സൺടാൻ ഉണ്ടാവത്തില്ലേ, ഇത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ഒരു സൺടാനിന്റെ ഹോം റെമഡി ഇട്ടിട്ടാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു വെക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനടുത്തൊരു കുഞ്ഞു ബേക്കൺ കാണാം, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഫേസ് എന്നിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി ഞാൻ ജസ്റ്റ് ഫേസ് പാക്ക് ഇടും. അപ്പൊ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയന്റ് തൈരാണ്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്തത് തേനും തക്കാളിയുടെ ജ്യൂസും കൂടെ ഒന്നിച്ച് എടുത്തിട്ട് അതാണ് ഞാൻ ഒന്നിച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. തക്കാളിയുടെ നീര് 1 സ്പൂണും തേന് 1 സ്പൂണും അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആഡ് ചെയ്യുന്നത് കടലമാവും പിന്നെ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറില്ലേ, ഇത് രണ്ടുമാണ് ആഡ് ചെയ്യുന്നത്. അതിൽ കടലമാവ് ഞാൻ 2-3 സ്പൂൺ എടുക്കുന്നുണ്ട്. ഓറഞ്ച് പീൽ പൗഡർ 1 സ്പൂണാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും കടലമാവും ഇത്രയും ഓറഞ്ച് പീൽ പൗഡറും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമ്മുടെ തൈരിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ പാക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഇൻഗ്രീഡിയന്റ് ഒക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടാണ്. ഞാൻ കൂടുതൽ എമൗണ്ട് എടുത്താണ്. എനിക്ക് ഫേസിന് മാത്രമായിട്ട് ഇത്രയും വേണം. ഞാൻ കയ്യിലും കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ കടലപ്പൊടിയും ഓറഞ്ച് പീൽ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്, ഇച്ചിരി കൂടെ തിക്കാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ ഫേസിലും നെക്കിലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ DIY ട്രൈ ചെയ്തിട്ടുള്ളത് സൺടാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരുപാട് ബാക്കി ഞാൻ അധികം അത്രയും DIY ട്രൈ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് പെട്ടെന്ന് ടാൻ ആകുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി DIY പരീക്ഷിക്കുന്നത് സൺടാൻ മാറ്റാനാണ്. അപ്പൊ ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു DIY ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. എന്റെ അടുത്ത് 1-2 പേര് ചോദിച്ച്, ഒത്തിരി ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ല, അങ്ങനെയുള്ളവർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന് ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പുതിയൊരു DIY ഇട്ടത്. കാരണം ഞാൻ സൺടാൻ മാറ്റുന്ന ഒത്തിരി DIY മുമ്പേ തന്നെ പരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് ഡ്രൈ ആയിട്ട് വരാം. ഹായ്. അപ്പോ ഫേസ് പാക്ക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഈ ഭാഗം ഉണങ്ങാത്തത് എനിക്ക് വേർക്കുന്നുണ്ടാണ്. അപ്പോൾ ഞാനിനി റോസ് വാട്ടർ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യും. കാരണം ഇതിൽ തരിയൊന്നും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് മസാജ് ചെയ്യാം. ഇനി നമുക്കിത് ഫിംഗർ ടിപ്പ് വെച്ച് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര മൈൽഡായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര സ്പീഡിൽ ചെയ്യരുത്, ഭയങ്കര ജെന്റിലായിട്ട് വേണം മസാജ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ജസ്റ്റ് റോസ് വാട്ടർ തന്നെ സ്പ്രിൻസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മോയ്സ്ചറൈസർ ഇടും. അപ്പോൾ നിങ്ങളുടെ ടാൻ ഉള്ളവരെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ ഭയങ്കര മാറ്റമൊന്നും ഉണ്ടാവില്ല. ഗ്രാജുവലി ആണ് മാറ്റം ഉണ്ടാകുന്നത്. കാരണം ഇത് കെമിക്കലി ഉള്ള ഒരു കാര്യമല്ലല്ലോ. നമ്മുടെ നോർമലി നാച്ചുറലി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളായതുകൊണ്ട് പതുക്കെയാണ് ആക്ട് ചെയ്യുന്നത്. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വിസിബിൾ ആയിട്ട് റിസൾട്ട് അറിയാൻ പറ്റും. ഇത് നമുക്ക് ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഏതെങ്കിലും ഇൻഗ്രീഡിയന്റ് നിങ്ങളുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഉറപ്പ് വരുത്തുക. എനിക്കിത് ഡെയിലി അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ടാൻ വരുമ്പോഴത്തേക്കും ഞാൻ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തിട്ടാണ് ടാൻ ഒരു പരിധി വരെ കുറയ്ക്കാറ്. കുറേയൊക്കെ ഞാൻ അങ്ങനെ ലീവ് ചെയ്യും.
കാരണം എനിക്ക് പെട്ടെന്ന് വീണ്ടും ടാൻ ആയിക്കൊണ്ടിരിക്കും. കാരണം ഭയങ്കരമായിട്ട് ടാൻ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഉള്ള DIYs ചെയ്താണ് ടാൻ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.